ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കുക്കർ ബിരിയാണി പിന്നെ നമ്മുടെ ചിക്കൻ പൊട്ടിത്തെറിച്ചതായിട്ടാണ് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചിക്കൻ പൊട്ടിത്തെറിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാതെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുത്തതാണ്. അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടതാണ്, അപ്പോൾ അത് കാരണം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലവറാണ്. അപ്പോൾ അതൊരു ഈ ഒരു ടീസ്പൂണിന് ഒരു സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി കേട്ടോ. കൂടുതൽ വെളുത്തുള്ളി അതിൽ കുത്തണ ഒരു മണം വരും, പിന്നെ ടേസ്റ്റിനും വ്യത്യാസം വരും. അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം എടുത്താൽ മതി. ഇനി ഇതാ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് മസാല ഒക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ, നമ്മൾ മുന്നേ മസാല ഒന്നും ഇതാക്കി വെച്ചതല്ലല്ലോ. അപ്പോൾ ചിക്കനിലെല്ലാം കൂടി ആ മുട്ടയും എല്ലാം കൂടി ആവണ വരെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്പി പിടിപ്പിച്ച് കൊടുക്കുക. ഇനി അതവിടെ മസാല പിടിച്ചതിന് ശേഷം കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ, നമുക്ക് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് ഈസി ബിരിയാണി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ബിരിയാണി അരിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ, അതോ വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനുകൊണ്ട് 2 കപ്പാണ്. അപ്പോൾ 1/2 കിലോ 250 ആണല്ലോ. അപ്പോൾ 1/2 കിലോനാണ് ബിരിയാണി വെച്ചെടുക്കുന്നത്. അപ്പോൾ അത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരി ഞാൻ കുറേ നേരമൊന്നും വെള്ളത്തിലിട്ട് വെക്കില്ല കേട്ടോ. ബിരിയാണി വെക്കാൻ വേണ്ടി കുക്കർ സ്റ്റൗവ് വെച്ചാൽ ആ ഒരു സമയത്താണ് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ അത് കുക്കറൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സബോള ഇടണേക്കാട്ടി മുന്നേ ഇടേണ്ടതായിരുന്നു ഏലക്കയും ഗ്രാമ്പും പട്ടയും പിന്നെ കുറച്ച് കുരുമുളകും. അപ്പോൾ അത് സബോള ഇട്ടതിന് ശേഷമാണ് ഇട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് സബോള ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സബോള കൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ പൊരിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യണില്ല, അതെല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നേരം വൈകിയൊരു ദിവസമായിരുന്നു കേട്ടോ. അതാണ് പെട്ടെന്ന് മറവി വന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമല്ലോ, ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ പണിയും കഴിച്ചെടുക്കണമല്ലോ. അപ്പോൾ സബോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ്, അപ്പോൾ ആ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മല്ലിയില, അപ്പോൾ അതും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് ബിരിയാണിയുടെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അധികം മസാലകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബിരിയാണിയാണ്. അടി പിടിക്കുക അങ്ങനെയുള്ള ഒരു പേടിയും പേടിക്കേണ്ട. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഏലക്കയും ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നമ്മൾ വഴറ്റിയിട്ടൊക്കെ നമ്മൾ കുറേ നേരം പിടിച്ചുണ്ടാക്കണേക്കാട്ടും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ കൂടുതൽ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക, തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ കേട്ടോ. അപ്പോൾ വേറെ കറിയും കാര്യങ്ങളൊന്നും വെക്കണ്ടല്ലോ, ഇതാകുമ്പോൾ ഒറ്റതിന് കഴിഞ്ഞും കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ നല്ല പീസൊക്കെ ഞാൻ മാറ്റി വെക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എല്ലാറ്റിലും ചിക്കൻ വേണമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം സ്റ്റൗമ്മ ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി, മൂടി വെക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിലാണ് നമ്മൾ അരി എടുത്തത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം, ആ രീതിക്കാണ് ഞാൻ വെക്കാറുള്ളത്. ഓരോ കുക്കറിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും, പക്ഷേ എനിക്കിത് കറക്റ്റായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ, ചൂടുവെള്ളം ഒന്നല്ല. ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ക്യാരറ്റ് കേട്ടോ, ഒരെണ്ണമൊന്നും എടുത്തിട്ടില്ല, പകുതിയാണ് എടുത്തത്. അപ്പോൾ അതും കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കളർ കാണുമ്പോൾ വിചാരിക്കേണ്ട ഇതിൽ മസാല ഒന്നും ഇല്ലല്ലോ എന്ന്. എല്ലാ മസാലയും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ അരച്ചെടുത്ത കാരണം നല്ല എരിവും ഉണ്ടാവും. ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് ചരി ഉണ്ടല്ലോ, അപ്പോൾ അത് കഴുകി വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടാവാനൊന്നും നിൽക്കണ്ട, അപ്പോഴത്തെ തന്നെ നമുക്ക് അടച്ച് വെക്കാം. കണ്ടില്ലേ, ഞാൻ അപ്പോൾ തന്നെ കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1.5 വിസിൽ, ഒരു വിസിൽ വന്ന് പിന്നെ രണ്ടാമത് വരരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഓഫാക്കണം. അപ്പോൾ ഒരു വിസിൽ വന്ന് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഓഫാക്കി വെക്കുക.
ഇനി അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം നമ്മൾ തുറന്ന് നോക്കിയത് അടിപൊളി ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. അടി പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു വറ്റി തൊട്ടിട്ടില്ല എന്ന് പറയില്ല, അതേപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ചൂടോടക്കനെ തന്നെ നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ കുക്കറിൻ്റെ ആ ചൂടും എല്ലാം കൂടിയാകുമ്പോൾ ഒന്നും കൂടി അത് വെന്ത് കുഴഞ്ഞു പോവും, അല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തന്നെ അത് മാറ്റി കൊടുക്കണം. അപ്പോൾ തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഒഴിച്ച കാരണം ഇതിന് മീതെ ഇനി വേറെ ഒന്നും ഒഴിക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചോറ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ നല്ല ചോറായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ബിരിയാണി വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ ബിരിയാണികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ എൻ്റെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ, സമയം ഉണ്ടെങ്കിൽ. അതുപോലെ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി ഈ ചോറിന് മീതെ കുറച്ച് മല്ലിയിലയും കൂടിയും വിതറി കൊടുത്താൽ നമ്മുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ പണിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പൊട്ടിത്തെറിച്ചതിലേക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി അത് നൈസായിട്ട് മുറിച്ചെടുക്കണം, ചെറിയതായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു ചിക്കൻ പൊട്ടിത്തെറിച്ച് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റാണ്. നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, പിന്നെ നമുക്കും നല്ല ഇഷ്ടമാവും. ഇത് വെറുതെ പറയണതല്ല, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ, ഇനി പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി വെച്ചതിൻ്റെ ശേഷം പാത്രം പോലും കിട്ടിയില്ല എന്ന് പറയണ പോലെ ഇരുന്നു. അത്രയും പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നും കൂടി നൈസായിട്ട് മുറിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ മുറിച്ചെടുത്തോളൂ കേട്ടോ. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ നമ്മൾ മുന്നേ മസാല പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതെടുക്കുക, ഈ സമൂസ ഷീറ്റിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പിടിച്ചമർത്തി കൊടുത്താൽ മതി, അതിലിതായി വന്നോളും. കണ്ടില്ലേ? അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ടാണ് എടുക്കണത്. അപ്പോൾ നമ്മളെ കോഴിക്കാലൊക്കെ ഉണ്ടാവില്ലേ, കൊള്ളിയൊക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു ഷേപ്പായിട്ട് വരും. അപ്പോൾ കണ്ടില്ല, ഇതായി വന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇമ്മ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാം കൂടിയിട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ? നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഈ സമൂസ ഷീറ്റ് മുറിച്ചതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലൊന്ന് ഇതായതിൻ്റെ ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇല്ലാത്ത ഭാഗത്തേക്കൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് അങ്ങ് കണ്ടില്ലേ? അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ? നമുക്ക് മുന്നൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ എണ്ണ ചൂടാക്കുക, അപ്പുറത്ത് വെക്കുക, ഇത് വേഗം ആക്കിയെടുക്കുക. അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ നമ്മൾ വേവിക്കാതെ തന്നെയാണ് മസാല പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞാൻ ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ പൊരിച്ച് വരുമ്പോൾ ആ കോഴിക്കാലമൊക്കെ ഉണ്ടാക്കില്ലേ കൊള്ളി വെച്ചിട്ട്, അതുപോലെ തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇതാ വേഗമായി വരും. നമുക്ക് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ വേഗം ഉള്ളൊക്കെ വെന്ത് വരും. ഇത് ഉണ്ടാക്കാൻ ഈസി ആണെങ്കിലും കഴിക്കാനും അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു സാധനം തന്നെയാണ് ഇത്. ഇതിനെ ത്രെഡ് ചിക്കൻ എന്നും പറയും, പിന്നെ ചിക്കൻ പൊട്ടിത്തെറിച്ചതെന്ന് പറയും. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ മതിയില്ലേ അല്ലേ? ഇതപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മറിച്ചിട്ട് കൊടുത്തേക്കുന്നത്. ഓരോ ഭാഗം വിരിഞ്ഞ് വരുമ്പോഴും നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഓരോ ദിവസം ഓരോ വെറൈറ്റികളായിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് സാധിപ്പിച്ച് തരട്ടെ അല്ലേ? അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഓരോന്നായിട്ട് ഓരോ ദിവസമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇടും എന്ന് പറഞ്ഞതല്ലേ 30 ദിവസം. അപ്പോൾ ആ ഒരു 30 ദിവസം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ പോയി വിചാരിക്കും തിരക്കുള്ള ദിവസമായിട്ടാണോ പിന്നെ ഉണ്ടാക്കാൻ നിൽക്കണമെന്ന്. എന്തായാലും പറഞ്ഞതല്ലേ, അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ച് തരണമല്ലോ. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി എടുക്കുക. അപ്പോൾ തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ, ബാങ്ക് കൊടുക്കണ സമയമായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലേ, നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തുനിന്നും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മൊരിഞ്ഞ് വരട്ടെ. അപ്പോഴത്തേനും നമുക്കൊരു ഷമാമ് ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷമാമ് നന്നായി പഴുത്തതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഇത് വെച്ചിട്ട് ഷെയ്ക്ക് അടിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പാകി നോക്കാമല്ലോ, തൈ ഉണ്ടായാലോ. പണ്ടൊക്കെ ഞങ്ങൾ തറവാട്ടിലുള്ള കാലത്ത് തറവാട്ടിൽ ഉപ്പ ഖത്തറിൽ നിന്ന് വിത്ത് കൊടുത്തയച്ചിട്ടുണ്ടാക്കിയിട്ട് ഞങ്ങൾ മറ്റേ ഷമാമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ തണ്ണിമത്തൻ്റെ കുരുവൊക്കെ ഇട്ടാൽ തൈ മുളച്ചിട്ട് കായ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാനത് പാവി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചിടും. നമ്മളെ മത്തങ്ങൊക്കെ മുറിക്കില്ല, അതുപോലെ തന്നെയാണ്. എനിക്ക് അതിൻ്റെ വലിയ ടേസ്റ്റ് അങ്ങനെ തോന്നിയത് മത്തങ്ങട പോലെ തന്നെയാണ്. നല്ല ഷെയ്ക്ക് അടിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ടപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കട്ടപ്പാൽ മറ്റേ ഇടിക്കല്ലുകൊണ്ട് കുത്തിയപ്പോഴാണ് ഈ ഭാഗം പൊട്ടിപ്പോയത്. അപ്പോൾ പാലയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷമാമ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ബൂസ്റ്റാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് അടിച്ചെടുക്കണം. അപ്പോൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഷമാമ് ഞാൻ കുറച്ച് കഷ്ണാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് മോനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് നന്നായി കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഷമാം ഷേക്ക് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടി ഇടാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മീതെ കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുത്തതാണ്. കുറച്ച് അധികമായിപ്പോയി, എന്നാലും കുഴപ്പമില്ല, കുട്ടികളെല്ലാം അവരത് കഴിച്ചോളൂല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.